നമസ്കാരം. ബി കെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് കേട്ടോ. മലയാളികളെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ഒരു ചെറിയ ലൊക്കേഷനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. മാത്രമല്ല നമ്മുടെ ലാലേട്ടൻ്റെ എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ രണ്ട് പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ധൈര്യപൂർവ്വം പറയും, അല്ലെങ്കിൽ മലയാളികൾ പറയും, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ലാലേട്ടൻ പ്രേക്ഷകരും പറയും, ഒരുപോലെ പറയുന്നതാണ് കിരീടവും അതിൻ്റെ സെക്കൻഡ് പാർട്ടായ ചെങ്കോലും. അപ്പോൾ ഈ കിരീടത്തിൻ്റെയും ചെങ്കോലിൻ്റെയും ഷൂട്ടിങ് പൂർണ്ണമായി നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്താണ്, അതിൻ്റെ കുറേ സ്ഥലങ്ങളിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സിനിമകൾ കാരണം തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് കുറച്ച് പ്രശസ്തമായ സ്ഥലപ്പേരുകളും വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ വെള്ളായണി എന്ന സ്ഥലത്ത് നമ്മുടെ ലാലേട്ടൻ്റെ കിരീടം എന്ന സിനിമയ്ക്കകത്ത് വരുന്ന കുറേ സീൻസുകൾ, ഒരു പാലത്തിൻ്റെ ഒരു സീൻസുകളുണ്ട്. അതായത് അതിന് കിരീടം പാലം എന്നാണ് അതിന് ശേഷം അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെങ്കോൽ എന്ന സിനിമയ്ക്കകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ലൊക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വേറൊന്നുമല്ല, മധുരം ജീവാമൃത ബിന്ദു എന്നൊരു സോങ് അതിനകത്തുണ്ട്. വളരെ ഇമോഷണലായിട്ടുള്ള ഒരു സോങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, എല്ലാവരെയും പിടിച്ചിരുത്തുന്ന ഒരു സോങ്ങാണ്. അത്ര ഇമോഷണലായിട്ടുള്ള ഒരു സോങ്ങാണ്. സോങ് മാത്രമല്ല, അതിനകത്ത് കുറേ സീൻസുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ്. ഈ ആൽമരം അതിനകത്തൊരു പ്രധാന ഒരു ലൊക്കേഷനിലൊരു ഘടകമാണ്. ആ ആൽമരം ശരിക്കും ട്രിവാൻഡ്രത്ത് ആര്യനാടെന്ന സ്ഥലത്താണ് കേട്ടോ. ഇപ്പോഴും ആ ആൽമരം അവിടെ ഭംഗിയോടെ സൂക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ ആ ഒരു നമ്മൾ ആ സീനിനകത്ത് കാണുമ്പോഴുള്ള ഒരു നാട്ടിൻ പ്രദേശം, ആ ഒരു കവല, അതെല്ലാം മാറി. ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ട് അവിടുത്തെ ആ ഒരു നാട്ടിൻ പ്രദേശവും കവല സെറ്റപ്പൊക്കെ മാറിയിട്ട് ഇപ്പോഴും പക്ഷേ ആ ഒരു ആൽമരത്തിനെ അവർ ഭംഗിയോടെ സൂക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും അതുവഴി യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം അവിടെ ഇറങ്ങി ഈ ആൽമരത്തിൽ നോക്കി നിൽക്കും. വേറെ ഒന്നുമില്ല, നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു സിനിമ, പ്രത്യേകിച്ച് ആ ചെങ്കോൽ സിനിമയ്ക്കകത്തുള്ള ആ ഒരു സോങ്ങും അതിലെ കുറേ ഇമോഷൻ സീനുകളെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ വന്നു പോകും. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ആ സോങ്ങിൻ്റെ ഫൈനലി ഇങ്ങനെ എന്താ പറയുക, ആൽമരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരു ഹൈപ്പിൽ വെച്ചൊരു ഒരു ഷോട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വന്നു പോകും. അത് പ്രത്യേകിച്ച് അതിൻ്റെ കുറേ സീൻസുകളെല്ലാം പെട്ടെന്ന് നമ്മൾ ഒരു നിമിഷം ആ മരത്തിലിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒന്ന് മിന്നിമായും, സ്ക്രീനിലും പോകുമ്പോൾ നമ്മളെ മനസ്സിൽ മിന്നിമായും. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതുള്ളതാണ്. ഞാൻ മിക്കവാറും അതുവഴിയൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്ന് അതൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ടൊക്കെ പോകുന്ന ഒരു കൂട്ടത്തിലാണ്.